ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. രാഹുകർമ്മയിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. മനുഷ്യന്റെ തല അല്ലാത്ത എല്ലാ ദൈവങ്ങളും കേതുവിന്റെ റേഡിയേഷനിൽ വരും. ഉദാഹരണം ഗണപതി, ഹനുമാൻ, വാരാഹി അമ്മൻ തുടങ്ങിയവർ. രാഹുവിനെ കൺട്രോൾ ചെയ്യാനുള്ള ഭഗവാൻ ദേവസേനാപതിയായ മുരുകനാണ്. മുരുക ഭഗവാന്റെ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, പാമ്പിനെ ചവിട്ടിപ്പിടിച്ചിരിക്കും, ഇല്ലെങ്കിൽ മയിലിന്റെ കൺട്രോളിൽ വരും പാമ്പ്. രാഹു കേതു തത്വം പറഞ്ഞു തരാനായിരിക്കണം ഒരു പുരാണ കഥ മുത്തശ്ശിമാർ പറഞ്ഞു തന്നിരിക്കുന്നത്. കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്, ജ്ഞാനപ്പഴത്തിന്റെ കഥ. ഒരിക്കൽ നാരദൻ ശിവഭഗവാനെ കാണാൻ കൈലാസത്തിലെത്തി. കയ്യിൽ വിശേഷപ്പെട്ട ഒരു പഴവും ഉണ്ടായിരുന്നു. ഇത് അറിവിന്റെ പഴമാണെന്നാണ് നാരദൻ പറഞ്ഞത്. തമിഴിൽ ജ്ഞാനപ്പഴം എന്ന് പറയും. ശിവഭഗവാൻ രണ്ടു മക്കളെയും വിളിക്കുകയാണ്, മുരുകനെയും ഗണപതിയെയും. അപ്പോൾ നാരദൻ പറഞ്ഞു, ഈശ്വര, ഒരിക്കലും അതിനെ മുറിക്കരുത്, അതിന്റെ ശക്തി പോയി സാധാരണ പഴം പോലെയാവുമെന്ന്. അതുകൊണ്ട് തന്നെ ഒരു മത്സരം വെക്കാമെന്ന് വിചാരിച്ചു. ആരാണ് ആദ്യം ഈ ലോകം മുഴുവൻ ചുറ്റി വരുന്നത്, അവർക്ക് ഈ പഴം സ്വീകരിക്കാമെന്ന്. മുരുകനും ഗണപതിയും സമ്മതിച്ചു. മുരുകൻ വേഗം തന്നെ തന്റെ വാഹനമായ മയിലിൽ യാത്ര ആരംഭിച്ചു. ഗണപതി ഭഗവാൻ വിചാരിച്ചു, അച്ഛനും അമ്മയുമാണ് എന്റെ ലോകം, അതുകൊണ്ട് തന്നെ അവരെ പ്രദക്ഷിണം വെച്ചാൽ മതിയെന്ന്. ലോകം മുഴുവൻ ചുറ്റി വന്നപ്പോൾ കാണുന്നത് ഗണപതി വിജയിച്ചിരിക്കുന്നു, പഴം സ്വന്തമാക്കിയിരിക്കുന്നു. ഇതിൽ കുപിതനായ മുരുകൻ ശിവഗിരി മലയുടെ താഴ്വാരമായ തിരുവാവിനൻകുടി എന്ന സ്ഥലത്ത് പോയിരുന്നു. ശിവനും പാർവതിയും അവിടെ പ്രത്യക്ഷപ്പെടുകയും അറിവിനായി ഒരു പഴവും കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല, നീ തന്നെയാണ് അറിവ് എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ആ മലയ്ക്ക് പഴനി എന്ന പേര് വന്നത്. പഴം എന്നാൽ ജ്ഞാനം, നീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുരുക ഭഗവാനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അറിവിന്റെ ശാസ്ത്രമായ ജ്യോതിഷത്തിന്റെ അമരക്കാരൻ മുരുക ഭഗവാനാണെന്ന് പറയുന്നതും. ഇന്നലെ തൈപ്പൂയമായിരുന്നു. പാർവതി ദേവി മുരുക ഭഗവാന് വേൽ സമ്മാനിച്ച ദിവസമാണെന്നാണ് പറയപ്പെടുന്നത്. മുരുക ഭഗവാനുമായി ചേർത്ത് വായിക്കാവുന്നതാണ് രാഹുവിന്റെ കാരകത്വങ്ങൾ. കേതുവിന്റെ റേഡിയേഷനുള്ള ഗണപതി ഭഗവാൻ ഒരിടത്തിരുന്ന് കാര്യം നേടും. പഴം ലഭിച്ചപ്പോൾ എന്താണ് ചെയ്തത് ഗണപതി എന്ന് നമുക്കറിയാവുന്നതാണ്. അശ്വതി, മകം, മൂലം എന്നിവ കേതുവിന്റെ നക്ഷത്രങ്ങളായതുകൊണ്ട് ഇവർ ഇരുന്ന് അറിവ് നേടാൻ മിടുക്കരായിരിക്കും. ചതയം, വിശാഖം, പൂയം എന്നീ നക്ഷത്രങ്ങൾ രാഹുകർമ്മയിൽ വരുന്നതാണ്. ദീർഘദൂര യാത്രകൾ ചെയ്യാൻ ഇവർക്ക് ഇഷ്ടമായിരിക്കും. അതുവഴി ഇവർക്ക് അറിവ് നേടാനും കഴിയുമെന്നുള്ളതാണ്. ധനുരാശിക്ക് രാഹുകർമ്മയാണ്. ധനുരാശി എന്നത് കാലപുരുഷന്റെ 9ാം ഭാവമാണല്ലേ. കർമ്മസ്ഥാനം എന്ന് പറയുന്നത് 10ാം ഭാവവും സേവനം എന്ന് പറയുന്നത് 6ാം ഭാവവുമാണ്. 1, 6, 9 അല്ലെങ്കിൽ 1, 9, 10 ഈ ഭാവ കണക്ഷൻ, അതായത് ലഗ്നത്തിന്റെ അധിപൻ 6ലോ 6ാം അധിപൻ 9ലോ ഇല്ലെങ്കിൽ ഇത് രണ്ടിന്റെയും അധിപന്മാർ ചേർന്ന് വേറെ ഏതെങ്കിലും രാശിയിൽ നിൽക്കുകയാണെങ്കിലോ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 6ാം അധിപതി 10ാം അധിപതി ചതയം, വിശാഖം, പൂയം എന്നീ നക്ഷത്രങ്ങളിൽ വരികയാണെങ്കിലും രാഹുകർമ്മയിൽ വരുന്ന ജോലികൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പ്രപഞ്ച സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ചതയം. രാഹുകർമ്മ ജോലികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. രാഹു അന്യഭാഷ, അന്യദേശം എന്നതിന്റെ കാരകത്വത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ചതയം, വിശാഖം, പൂയം എന്നീ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലഗ്നമായി വരികയാണെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ 3 നക്ഷത്രത്തിലും ചന്ദ്രനായാലും ലഗ്നാധിപനായാലും ധാരാളം യാത്രകൾ ചെയ്യുമ്പോൾ അവർക്ക് ഒരു പുത്തൻ ഉണർവ് ഉണ്ടാകും. ട്രാൻസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ജോലികളും ഇതിൽ വരും. കെമിക്കൽ, രസായന ഉൽപാദനം, ഇലക്ട്രിസിറ്റി,
ഗവൺമെന്റ് ജോബിന് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായും രാഹുവിന്റെ കണക്ഷൻ ഉണ്ടാവണം. പിതൃശാപം ഉള്ള ഒരു കുടുംബത്തിലായിരിക്കും ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്നവർ ഉണ്ടാവുക എന്നുള്ളതും നിസ്സംശയം പറയാവുന്നതാണ്. നമ്മുടെ ഗ്രഹനിലയിൽ രാഹു ഏതു ഭാവത്തിൽ നിൽക്കുന്നു എന്ന് നോക്കുക. ആ ഭാവത്തിന് അടങ്ങാത്ത ആഗ്രഹം ഉണ്ടാവും. കാരണം പൂർവജന്മത്തിൽ അത് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വീണ്ടും അവർ പിറക്കുന്നത് എന്നർത്ഥം. സിനിമ, ആക്ടിംഗ്, ഇലക്ട്രോണിക്സ്, ടെക്നീഷ്യൻ, നിഗൂഢ വിദ്യ, ഹിപ്നോട്ടിസം, ഡ്രൈവിംഗ് വരുമ്പോൾ രാഹുവിന്റെ കൂടെ ശുക്രൻ കർമ്മ കൂടെ ഉണ്ടാവേണ്ടതാണ്. പെട്രോളിയം പ്രോഡക്ട്സ്, ഇന്റലിജന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, രഹസ്യ അന്വേഷണ വിഭാഗം, മൊബൈൽസ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ജോബ്സ്. ബുധൻ പ്ലസ് രാഹു ആകുമ്പോൾ IT മേഖല സെലക്ട് ചെയ്യാവുന്നതാണ്. മോഡേൺ സംരംഭങ്ങൾ എല്ലാം തന്നെ രാഹുവിന്റെ കീഴിൽ വരുന്നതാണ്. സൂര്യൻ പ്ലസ് രാഹു ആവുമ്പോൾ നല്ലൊരു പൊളിറ്റീഷ്യനായിട്ട് മാറാവുന്നതാണ്. ലഹരി വസ്തുക്കളുടെ വ്യാപാരം എന്നിവയും രാഹു ജോലികളിൽ പെടുന്നതാണ്. നമ്മുടെ കുട്ടികളെ ജാതകത്തിൽ രാഹുകർമ്മ കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വിവിധ ഭാഷകൾ പഠിക്കാൻ വിടണമെന്നുള്ളതാണ്. ജ്യോതിഷം എന്ന ഈ ശാസ്ത്രം ശരിക്കും അപ്ലൈ ചെയ്യേണ്ടത് കുട്ടികളിലാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ അവരെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ നമുക്ക് അനായാസേന കഴിയുമെന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.